PSC പരീക്ഷകളിൽ അധികവും ചോദിച്ചു വരാറുള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993 എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. എന്താണ്? സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് ഏർപ്പെടുത്തിയ വർഷം 1993 ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് 1993. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് 1993. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുന്നേറ്റ വർഷത്തെ, അതായത് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. അതിൻ്റെ മുന്നിലത്തെ വർഷം, അതായത് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A സേതുമാധവനാണ്. ഒന്നുകൂടി, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A സേതുമാധവനാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1993 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. ഇതാദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ബാലാമണി അമ്മയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. 2022 ലഭിച്ചത് A സേതുമാധവനാണ്. 2024 NS മാധവന് 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്.